താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ലാബ് എന്നിവ പ്രവർത്തന സജ്ജമായി. ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ലാബ് എന്നിവ നവീകരിച്ചത്. ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു. നമുക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന സമീപ പഞ്ചായത്തുകളായിട്ടുള്ള കുട്ടമ്പുഴ, വാരപ്പെട്ടി, പിണ്ടിമന, മുണ്ടേക്കാട്, വേലിമംഗലം, കോട്ടപ്പടി, അതോടൊപ്പം നെല്ലിക്കുഴി, ചെറുവട്ടൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങളൊക്കെ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയാണത്. വളരെ പ്രധാനപ്പെട്ടത് കുട്ടമ്പുഴ പഞ്ചായത്ത് ആദിവാസി യുവതവർഗ മേഖലയാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിലാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ ആർദ്ര മിഷനിലൂടെ വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആശുപത്രിയിൽ ആന്റണി ജോൺ MLA നാടമുറിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, സിന്ധു ഗണേശൻ, C ശ്രീജിത്ത്, KA നൌഷാദ്, KV തോമസ്, രമ്യ വിനോദ്, ബിൻസി തങ്കച്ചൻ, AG ജോർജ്, ഡോക്ടർ സാം പോൾ, KA ജോയി, ഷമീർ പനക്കൽ, PT ബെന്നി, NC ചെറിയാൻ, PM മൈദീൻ, AT പൗലോസ്, ഷാജി പീച്ചക്കര, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ്, അഡ്വക്കേറ്റ് മാത്യു ജോസഫ്, ആന്റണി പുല്ലൻ, തോമസ് തോംബ്രയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ പോലെയല്ല, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റിതര പ്രദേശങ്ങളിലെ താലൂക്ക് ആശുപത്രികൾ പോലെയല്ല കോതമംഗലം താലൂക്ക് ആശുപത്രി. ഒരു ദിവസം ചുരുങ്ങിയത് 1000-നും 1200-നും ഇടയിൽ ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രം. അതോടൊപ്പം തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോതമംഗലം താലൂക്കിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, സമീപത്ത് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളടക്കം ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ഇവിടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഏറ്റവും വലിയ പരിഗണന കോതമംഗലത്ത് താലൂക്ക് ആശുപത്രിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും ചെയ്തത്. GTV ന്യൂസ്, കോതമംഗലം.